ഹായ് കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അപ്പോൾ ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ആയല്ലോ. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ആദ്യത്തെ പണി ഇതാ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകിക്കാണ്ട്. അപ്പോൾ അതൊക്കെ കഴുകി വെച്ചിട്ടോ ഉണ്ടല്ലോ. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ നമുക്ക് വെള്ളം പോലുള്ള സംഭവം ഇല്ലാത്തതുകൊണ്ട് ഉണ്ടാവും, വെള്ളം മൊത്തം താഴെ കിടക്കും. അപ്പോൾ നമ്മൾ മിക്കപ്പോഴും ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒഴിച്ച് കളയണം വെള്ളം. കണ്ടോ, ഇതിൻ്റെ അടിയിൽ സ്റ്റാൻഡ് ഉള്ളത് വാങ്ങിക്കാൻ ശ്രമിക്കണം എപ്പോഴും, അല്ലെങ്കിൽ ഇങ്ങനത്തെ അമ്മളി പറ്റും. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴിക്കാൻ അടുത്ത പരിപാടി ഇതാ കുറച്ച് മധുരക്കിഴങ്ങ് ഉണ്ട്. ഞങ്ങളുടെ നാട്ടിൽ മധുരക്കിഴങ്ങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയുന്നത് എനിക്കറിയില്ല. അപ്പോൾ ഇതാ മധുരക്കിഴങ്ങൊന്ന് റെഡിയാക്കി എടുക്കേണ്ടത്. നമുക്ക് ചായക്ക് രാവിലെ ബ്രെഡാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ടാണ്, കുറച്ച് കറി പോലെ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അത് ശരിയാക്കി ക്ലീൻ ചെയ്ത് കഴുകിയെടുത്ത് പിന്നെ അത് ഉച്ചയ്ക്ക് കറി വയ്ക്കാനുള്ള മീൻ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തത് ഐസ് പോകാൻ വേണ്ടി ഞാൻ അത് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കണുണ്ട്. അപ്പം നമുക്ക് കുറച്ച് കഴിയുമ്പോൾ വെട്ടി ക്ലീൻ ചെയ്ത് എടുക്കാമല്ലോ ഐസൊക്കെ പോയി കഴിയുമ്പോൾ. അപ്പോൾ തേങ്ങ പൊട്ടിച്ച് കഴിയുമ്പോൾ തേങ്ങകളിൽ എപ്പോഴും ഇവിടെ ഉണ്ണിയാണ് കുടിക്കാറുള്ളത്. അത് ഞാൻ തേങ്ങയൊക്കെ ചിരണ്ടി വെച്ച് കഴിഞ്ഞിട്ട് ഒരു മുറി എടുത്ത് ചിരണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വന്നിട്ടാണ് ബാക്കി പണികൾ ചെയ്യാനായിട്ട് കുളിച്ചിട്ട് ചെയ്യാമല്ലോ. മീൻ വെട്ടാനുള്ളതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ കുളിക്കായിരുന്നത്. കുളിക്കണേക്ക് മുമ്പ് എനിക്ക് മീൻ വെട്ടണം. അത് കഴിഞ്ഞിട്ട് എനിക്ക് വെട്ടണത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് ഈ മീൻ റെഡിയാക്കി വെച്ചപ്പോഴാണ് ചേട്ടൻ്റെ ചിക്കനും കൊണ്ടുവന്നത്. അപ്പോൾ ഓർത്ത് ഇനി മീൻ എടുത്ത് വയ്ക്കാമെന്ന് ഓർത്ത് ചിക്കൻ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ മധുരക്കള്ളം കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മധുരക്ക ഏകദേശം റെഡിയായി കഴിഞ്ഞ് പിന്നെ ബ്രെഡൊക്കെ എടുത്ത് അച്ഛനും അമ്മയ്ക്കൊക്കെ കൊടുക്കണം. അമ്മയ്ക്ക് ടാബ്ലറ്റൊക്കെ കഴിക്കാനുള്ളതാണ്, കയ്യിലെ പ്ലാസ്റ്ററൊന്നും എടുത്തിട്ടില്ല ഇപ്പോഴും. അപ്പോൾ അമ്മയ്ക്ക് അച്ഛനും കൊടുക്കാനുള്ള ബ്രെഡൊക്കെ എടുത്ത് വെച്ച് അപ്പോൾ ഇനി ചായയും കൂടി വെക്കാനുണ്ട് കേട്ടോ. അങ്ങനെ പാലൊക്കെ എടുത്തത് ആ ചായയൊക്കെ വെച്ച് ചായ തിളച്ചുകൊണ്ടിരിക്കണേണ്. അപ്പോൾ ചായയൊക്കെ റെഡിയായി, പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ ഇട്ട് നമുക്കിനി ചായയൊക്കെ അരിച്ചെടുത്തിട്ട് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അതിനുശേഷം വേണം ഉച്ചക്കത്തെ പരിപാടികൾ തുടങ്ങാനായിട്ട്. അപ്പോൾ ഞാൻ ചായയൊക്കെ ഇതാ അരിച്ചെടുക്കുന്നുണ്ട്. അതിന് ഗ്ലാസ്സിലാക്കിയൊക്കെ എടുത്തു. അങ്ങനെ ദേ അമ്മയ്ക്ക് വെച്ചിട്ടുള്ള ഫുഡ് ഇതാ കൊണ്ടുപോയി കൊടുക്കാൻ പോണേട്ടാ. അപ്പോൾ നമുക്ക് അച്ഛനും അമ്മയ്ക്കുള്ള ഫുഡ് കൊണ്ടു കൊടുക്കാമല്ലേ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടാണ് മധുരക്കിഴങ്ങ് കറി. അപ്പോൾ അതായത് ചേട്ടനൊന്നും ഡ്യൂട്ടിക്ക് പോയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ രാവിലത്തെ ഫുഡ് വേണ്ടാന്ന് പറഞ്ഞു, കഴിച്ചിട്ടാണ് ആൾ വന്നത്. അപ്പോൾ അതേ പപ്പി ഇതേ പുറത്ത് നോക്കി ഇങ്ങനെ ഇരിക്കണ്ടേട്ടാ. അപ്പോൾ അത് അച്ഛനും മീനൂസും അമ്മയൊക്കെ ഇതാ കഴിച്ചു തുടങ്ങിയേട്ടാ. ചേട്ടൻ അപ്പോൾ ചായ മാത്രം മതിയുന്നുണ്ട്, ചായ മാത്രം കൊടുത്തു. അങ്ങനെ അപ്പോൾ അമ്മയൊക്കെ ഇതാ കഴിച്ചുകൊണ്ടിരിക്കണേട്ടാ. പിന്നെ എനിക്കും കഴിക്കണം. അപ്പോൾ എനിക്കും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് അടുത്ത പണി സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനും ഒരു സൈഡിൽ വന്നിരുന്നിട്ടാ ബ്രെഡും അതൊക്കെ എടുത്തിട്ട്. അപ്പോൾ അത് ന്യൂസ് കാണിക്കണേട്ടാ, നമ്മുടെ കൊച്ചിയിലെ വെള്ളപ്പൊക്കം അല്ല മഴ പെയ്തിട്ടുള്ള വെള്ളം കെട്ടി നിൽക്കൽ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗമുണ്ട്. അപ്പോൾ അതൊക്കെ ന്യൂസൊക്കെ കണ്ടുകൊണ്ടിരുന്ന് ചായ കുടിക്കണേട്ടോ എല്ലാവരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മീനൂസ് ആണ് എപ്പോഴും ടാബ്ലറ്റൊക്കെ അമ്മയ്ക്ക് എടുത്തിട്ടുണ്ട്. കാരണം ആളും റെസ്റ്റ് ആയിരുന്നില്ല, തലയിൽ സ്റ്റിച്ചൊക്കെ ഇട്ട്. അങ്ങനെ പിന്നെ അതിൻ്റെ അടുക്കത് ഫിനീഷും നീതും പിള്ളേരും വന്നിട്ട് അവർക്ക് അവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അവിടെ പോകാൻ വേണ്ടി വന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് അവർ പോയിട്ടോ. അപ്പോൾ ചേട്ടൻ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആ കിച്ചണിൽ കയറി നമ്മുടെ ചിക്കനൊക്കെ കട്ട് ചെയ്ത് തന്നെ കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഇതുപോലെ എന്തെങ്കിലും ഹെൽപ്പൊക്കെ ചേട്ടൻ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചിക്കൻ കറിക്ക് വേണ്ട സവാളയൊക്കെ എടുത്ത് വെച്ച് അതൊക്കെ അരിഞ്ഞ് റെഡിയാക്കണതാണ്. അതിനിടയ്ക്ക് ചേട്ടൻ്റെ ചിക്കനൊക്കെ കട്ട് ചെയ്ത് കഴുകി തുടങ്ങിയിട്ടാണ്, ക്ലീൻ ചെയ്തൊക്കെ തന്നിട്ടാണ്. അപ്പോൾ അങ്ങനെ ചേട്ടൻ ക്ലീൻ ചെയ്തൊക്കെ തന്നു കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിനി ചിക്കൻ്റെ പരിപാടി തുടങ്ങണം. അപ്പോൾ അങ്ങനെ നമ്മുടെ ചിക്കൻ ക്ലീൻ ചെയ്തെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അതിന് വേണ്ട നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് ചതച്ച് വെച്ചിട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയുടെ പരിപാടിയൊക്കെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ടാ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വെണ്ടയ്ക്ക എടുക്കുന്നുണ്ട് കേട്ടോ, കുറച്ച് നമുക്ക് മെഴുക്കുവരട്ടി പോലെ വെക്കാനായിട്ട്. അപ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ കറി ഇതാ പാകമായിക്കൊണ്ടിരിക്കണം, മസാലക്കൂട്ടൊക്കെ റെഡി ആയിട്ടാ. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വെണ്ടക്ക നീളത്തിൽ അരിഞ്ഞെടുത്തിട്ട് ഇതിങ്ങനെ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലോണം പെരട്ടി വെക്കും. നമ്മുടെ മീൻ വറുക്കാൻ വേണ്ടി നമ്മൾ മസാല തട്ടി വെക്കണ പോലെ തന്നെ നല്ലോണം അത് മിക്സ് ചെയ്ത് കുറച്ച് പേര് ഇങ്ങനെ വെക്കോട്ടെ. സെയിം നമ്മുടെ മീൻ വറുക്കണം അതേ രീതിയിൽ തന്നെ ഇട്ടാൽ. എന്നിട്ട് അത് കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയ്ക്ക് ഇടുന്ന നല്ലോണം വറുത്തെടുക്കട്ടെ. അതിൽ സവാളയും കൂടി ഇടും. അപ്പോൾ അങ്ങനെ നമ്മളുടെ മസാലക്കൂട്ട് റെഡിയായപ്പോൾ അതിലേക്ക് ഞാൻ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഞായറാഴ്ചത്തെ വിഭവങ്ങൾ കേട്ടോ. അപ്പോൾ അത് വെണ്ടക്ക റെഡിയാക്കുന്നുണ്ട്. വെണ്ടയ്ക്ക് ഇതുപോലെ ഞാൻ വറുത്തെടുക്കാൻ വേണ്ടി വെളിച്ചെണ്ണ ചൂടായിക്കുമ്പോൾ എങ്ങനെ ഇട്ട് കൊടുക്കോട്ടെ, നമ്മൾ മീൻ വറുക്കാൻ ഇടുന്ന പോലെ അതിൽ 2-3 സവാള അരിഞ്ഞ് ഇടക്കിടയ്ക്ക് ഇട്ട് കൊടുക്കോട്ടെ. പിന്നെ ഞാൻ കുറച്ച് കച്ചമ്പര ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. തക്കാളിയും സവാളയും കരിഞ്ഞിട്ടിട്ട് പച്ചമുളക് ഇട്ടുള്ള കച്ചമ്പറ്. വെന്ത ചിക്കനിത് ഒരു പീസ് ഞാൻ തിന്നാൻ വേണ്ടി എടുക്കണ്ട കേട്ടോ. വെന്തോന്ന് അറിയാൻ വേണ്ടി എടുക്കണതാണ്, കുഴപ്പമില്ല, നല്ല ടേസ്റ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. കുക്കിങ്ങൊക്കെ ഇവിടെ കഴിഞ്ഞിട്ട് അതാ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വെണ്ടക്ക മെഴുക്കുവരട്ടി നല്ല വറുത്തെടുക്കാനായിട്ട്, മെഴുക്കുവരട്ടി അല്ല വറുത്തെടുത്തതാണ്, അത് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കച്ചമ്പര ഉണ്ടാക്കിയിട്ടുണ്ട്, കാരണം ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വെറുതെ വേസ്റ്റാക്കി കളയും. എന്നിട്ട് കുറച്ച് കച്ചമ്പര ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം എൻ്റെ പണിയെല്ലാം കഴിഞ്ഞത് ഹോളിൽ നോക്കിയപ്പോൾ പപ്പി നല്ല ഉറക്കമായി, പിന്നെ അതുപോലെ തന്നെ ഉണ്ണി നല്ല ഉറക്കത്തിലായിട്ടാ. അങ്ങനെ അച്ഛനും അമ്മയ്ക്ക് ഞാൻ ഫുഡൊക്കെ എടുത്തു കൊടുത്ത് അവർ കഴിച്ചൊക്കെ തുടങ്ങി. അങ്ങനെ അവർ കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളും ഫുഡ് കഴിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പം ഞങ്ങളിതാ ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ട് ഇതാ കഴിക്കണേട്ട. അപ്പം അങ്ങനെ ഉച്ചക്കത്തെ പരിപാടികളെല്ലാം ഏകദേശം കഴിയാറായി. ലഞ്ചും കൂടി കഴിച്ച് കഴിഞ്ഞാൽ ഉച്ചക്കത്തെ പരിപാടി കഴിഞ്ഞു. അപ്പം ഞങ്ങളിതാ ഞാനുണ്ടാക്കിയ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയും വെണ്ടയ്ക്കൊക്കെ വെച്ചിട്ട് കഴിച്ചു തുടങ്ങിയിട്ടാണ്. അപ്പോൾ എന്തായാലും സൂപ്പറായിട്ടുണ്ട്, ടേസ്റ്റ് ആയിട്ടുണ്ട് ചിക്കൻ കറി, അടിപൊളിയായിട്ടുണ്ട്. ഞാൻ എന്നെ തന്നെ സ്വയം പുകഴ്ത്തന്നെ അടിപൊളിയായിട്ടുണ്ട്.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞത് നമ്മുടെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇടണം കേട്ടോ, ഫുള്ളായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി ഇടുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കിനി പ്രത്യേകിച്ച് വേറെ ഇനി കിച്ചണിൽ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ അതേ നമ്മളിതാ കുറച്ച് നേരം ചേട്ടൻ കിടക്കാൻ വേണ്ടി കിടന്നാണ്. അപ്പോൾ അതേ ഉണ്ണി ഒരു സ്നാക്സൊക്കെ ആയിട്ട് വന്ന് ഒരു നമ്മുടെ നുറുക്ക് പോലത്തെ സാധനം, അപ്പോൾ അതൊക്കെ ഇതാ ഉണ്ണി തന്ന് അതൊക്കെ കഴിച്ച് നല്ല കറുമുറ കറിച്ച് തിന്നാൻ പറ്റിയ അടിപൊളി സാധനം കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ചിങ്ങനെ കുറച്ച് കുശലമൊക്കെ പറഞ്ഞിരിക്കണേ കേട്ടോ. പിന്നെ നമ്മുടെ മീനും സോഫയിൽ എന്തോ ആരോടെ പിണങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവളവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കണം. അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് ഇരുന്ന് പിന്നെ കുറച്ച് നേരം നമ്മുടെ പപ്പീനായിട്ട് ഞങ്ങൾ നടക്കാൻ ഇറങ്ങിയിട്ടാ. ആ പപ്പീനെ വേറെങ്ങോലും നമ്മുടെ വഴിയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം നടത്തിച്ചിട്ടാ. പപ്പീനെ നമ്മൾ ചേട്ടൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാ. അപ്പോൾ നമ്മൾ ചായ വെക്കാൻ വന്ന് അപ്പോൾ കിച്ചണിൽ വന്നത് ലൈറ്റൊക്കെ അങ്ങനെ വൈകുന്നേരമായി 4 മണിയൊക്കെ കഴിഞ്ഞു നമ്മൾ. അപ്പോൾ ചായയുടെ പരിപാടി തുടങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ പാലെടുത്തത് ആ ചായയൊക്കെ റെഡിയാക്കാൻ വേണ്ടിയതാണ് ഞാൻ വെക്കണേണ്. നമുക്ക് 4 മണി ചായ കുടിക്കാം അല്ലേ. അപ്പം അങ്ങനെ അതുപോലെ ചായ കരിച്ചെടുത്ത് പിന്നെ ഉണ്ണിക്കുള്ള കുറച്ച് കട്ടൻ ചായയുടെ വെള്ളം വെക്കുന്നുണ്ട്. അവൻ പാൽ ചായ കുടിക്കില്ല. അപ്പം അങ്ങനെ അതൊക്കെ വെച്ച് നമ്മളിത് എല്ലാവർക്കും ഉള്ള ചായയൊക്കെ ഗ്ലാസ്സിലാക്കി എടുക്കുന്നുണ്ട്. അപ്പം ഇനി ചായ കുടി 5 ഗ്ലാസ് ചായയൊക്കെ എടുത്തിട്ടുണ്ട്. ചായ കുടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഉണ്ണിയുടെ കട്ടൻ ചായ ഇവിടെ ഞാൻ ഒഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതും കഴിഞ്ഞ് ചായക്ക് കഴിക്കാനായിട്ട് രാവിലത്തെ ബ്രെഡ് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ 2 പീസ് എടുത്തിട്ടാണ് കഴിക്കാനായിട്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നീതു വന്നിട്ടാ. അവർ ഫംഗ്ഷന് പോയിട്ട് നിന്ന് അമ്മാവൻ്റെ വീട്ടിലെ പ്രതാമസമായിരുന്നു അവരുടെ. അപ്പം അത് കഴിഞ്ഞ് അവിടെ നിന്ന് കുറച്ച് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും നീതുമൊക്കെ അതേ ഉണ്ടതേ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അവർ ഫുഡ് തരാൻ വേണ്ടി വന്നാണ്. അപ്പോൾ ആമിക്കുട്ടി ടാറ്റയ്ക്ക് എന്താ ചെരുപ്പ് ഇടണേട്ടവൾ നമ്മുടെ മുറ്റും ഇങ്ങനെ കേട്ടോ. വണ്ടി വെച്ച് ചെയ്യുമ്പോൾ ഒട്ടും സ്പേസ് ഇല്ല കേട്ടോ, ഇത്രയേ ഉള്ളൂ സ്പേസേ. അപ്പോൾ അതേ നേരെ ആമി നമ്മുടെ ടാറ്റയൊക്കെ തന്നു പോയി. അപ്പോൾ അതേ ഇതാണ്ട ചില്ലി ചിക്കൻ, പിന്നെ അതുപോലെ ഇതാ ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ കുറച്ച് അധികം ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിത് രാത്രിത്തെ ഫുഡ് അടി സ്റ്റാർട്ട് ചെയ്തു. അച്ഛനും അമ്മയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ്. അപ്പം ഞങ്ങളിതാ കഴിക്കാനിരുന്നു. അപ്പോൾ അതേ എല്ലാവരും നിങ്ങളും ഫുഡൊക്കെ കഴിച്ചെന്ന് വിചാരിക്കണം. ഞായറാഴ്ച ദിവസം അപ്പോൾ അങ്ങനെ പോയി. അടിപൊളിയായിരുന്നു, കുഴപ്പമൊന്നുമില്ല, നല്ല സെറ്റായിട്ട് പോയി. പിന്നെ ഞങ്ങൾ പുറത്തേക്കൊന്നും പോയില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണേട്ടാ, ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, ടാറ്റ.